വാസു, സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് കാർ ഷെഡിലാക്കിയിട്ട് പോയിക്കോളൂ. നളിനി, ഗോവിന്ദ, നളിനി, ഗോവിന്ദ, കഥവൊക്കെ തുറന്നിട്ടിട്ട് ഇവരെല്ലാം എവിടെ പോയി? നളിനി, ഞാൻ ദേവിയാണ്. ഒന്ന് വേഗം വരൂ. ഇവിടെ ആരോ കള്ളന്മാര് കയറി ജോലിക്കാരെല്ലാം തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു. എപ്പോഴാ സംഭവം നടന്നു? അറിഞ്ഞൂടാ. ഞാൻ ടൗണിൽ പോയി ഇപ്പോഴെത്തിയതേ ഉള്ളൂ. ഡ്രൈവറേയും കാണാനില്ല. വല്ലതും കളവ് പോയിട്ടുണ്ടോ? ഞാനൊന്നും നോക്കിയില്ല. എനിക്ക് വയ്യ. ഒന്നിങ്ങോട്ട് വരൂ പ്ലീസ്. ഞാൻ ഉടനെ വരാം. എന്താ ഗോപി, ആരായി ആ സമയത്ത്? ഒന്നുമില്ല, മിസ്സസ് ദേവി മേനോന്റെ വീട്ടിൽ കള്ളം കടന്നു. ഈ ദേവി മേനോ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഗോപിയെ വിളിക്കുന്നത്? വീട്ടിൽ കള്ളം കയറിയാൽ DYSP എന്നെ പോകണമെന്നുണ്ടോ? ഭർത്താവ് മരിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീയല്ലേ, വല്ല പുതിയ ബന്ധവും സ്ഥാപിക്കാനുള്ള ശ്രമമായിരിക്കും. നമ്മൾ ഇത്ര ചീപ്പായി സംസാരിക്കരുത്. ഗോപി ഇവിടെ DYSP വന്നപ്പോ ഈ വീടും മറ്റു സാധനങ്ങളെല്ലാം ഏർപ്പാടി കൊടുത്തത് ദേവി മേനോനാണ്. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ഇരിക്കുക, ഞാൻ ഉടനെ വരാം. ശരി, അപ്പോ നമുക്ക് ആരംഭിക്കാം. എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിയില്ല. വൈകുന്നേരം ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാണ് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ. തിരിച്ചു വന്നപ്പോൾ എല്ലാ മുറിയുടെയും കഥകൾ തുറന്നിട്ടിരിക്കുന്നു. വേലക്കാരും കാണാനില്ല. ഇപ്പോൾ എന്റെ ഡ്രൈവറെ പോലും. സാധനങ്ങളൊന്നും കളവ് പോയിട്ടില്ല. ജോലിക്കാരെ മാത്രം കാണാതായത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ദേവി ഒരു വഴക്ക് പറയാറുണ്ടോ? ചിലപ്പോൾ. പക്ഷേ അതിനിങ്ങനെ ഒന്നിച്ചോടി പോയില്ലല്ലോ. ഏതായാലും നാളെ രാവിലെ പോലീസ് സ്റ്റേഷൻ വരെ പോയി SIക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ വിളിച്ചു പറയാം. എനിക്കാകെ ഭയം തോന്നുന്നു. എനിക്ക് TC, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നേരം വളരെ വൈകി. ഞാൻ ഇറങ്ങട്ടെ. ദേവിക്ക് തനിച്ച് കഴിയാൻ പേടിയുണ്ടെങ്കിൽ ആരെങ്കിലും അയക്കാം. വേണ്ട, ഞാൻ കഥ കടച്ച് കിടന്നോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
എന്താ ദേവി, സുഖം തന്നെയല്ലേ? നിങ്ങൾ ആരാണ്? എന്താ നിനക്കറിയില്ലേ? വരൂ. നിൽക്കണം. എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? വരൂ. കൊള്ളാം ദേവി, ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം. ഇവിടെ ജോലിക്കാരാരുമില്ലേ ദേവി? ആ ഡിക്കിയുള്ള സാധനങ്ങൾ ഇറക്കിയാൽ ടാക്സി പറഞ്ഞയക്കാമായിരുന്നു. മിസ്റ്റർ, ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ദേഷ്യപ്പെടാതെ രാളി, നിന്റെ ഈ പേടി കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്നു. ഞാൻ പോലീസിന് ഫോൺ ചെയ്യും. വെയിറ്റ്. Come on. Yes, ഗോപിനാഥ്. ഞാൻ ദേവിയാണ്. ഒന്നിങ്ങോട്ട് വരണം, അർജന്റാണ്. What's the matter? എല്ലാം വന്നിട്ട് പറയാം. ഓക്കെ, ഞാനിത് പുറപ്പെടുന്നു. എന്താണ്? അകത്തേക്ക് വരൂ, വേഗം വരൂ. ഇയാൾ 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 ആരാന്ന് എനിക്കറിയില്ല. ഹലോ, ചോദിക്കൂ. ഇയാൾ ആരാണെന്ന് ചോദിക്കൂ. ഇവിടെ എന്തിനാണെന്ന് ചോദിക്കൂ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ രാജൻ. ആ രാജൻ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ വിരോധമുണ്ടോ? ദേവി പറഞ്ഞു വേണമല്ലോ. No, എനിക്കറിയില്ല. അലറുന്ന എന്തിനാ? നമ്മൾ കേട്ടാൽ പോരെ. നീ എന്നെ ഇത്ര വേഗം മറക്കുമെന്ന് ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് പറഞ്ഞത്. മിസ്റ്റർ രാജൻ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഗോപിനാഥ്, ഡിവൈഎസ്പി. ഓ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. വേണ്ട. മിസ്റ്റർ ഗോപിനാഥ്, 2 ദിവസം വൈകി ഒരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യ കണ്ടഭാവം നടിക്കില്ല. അതൊരു തരം സൗന്ദര്യപ്പിണക്കമാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞൊരു ഭർത്താവ് വീട്ടിൽ വന്നാൽ ഭാര്യയുടെ സ്ഥിതി എന്തായിരിക്കും? What do you mean? സത്യമാണ്, ഞാൻ ദേവിയുടെ ഭർത്താവാണ്. No, ഇയാൾ എന്റെ ആരുമല്ല. Stop it. I say stop it. നിങ്ങളുടെ ഈ തെളിവുകളുണ്ടോ? എന്തിന്? നിങ്ങളാണ് ഇവരുടെ ഭർത്താവ് എന്നുള്ളതിന്. ഞാനല്ല ഭർത്താവ് എന്നുള്ളതിന് നിങ്ങളുടെ തെളിവുണ്ടോ? ഉണ്ട്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ചിരിക്കാതെ എന്ത് ചെയ്യും? മിസ്റ്റർ ഗോപിനാഥിനെ പറയും. 5 വർഷങ്ങൾക്ക് മുമ്പ് ചില ബിസിനസ് ആവശ്യങ്ങൾക്കായി ഞാൻ സിംഗപ്പൂർ പോയി. ചില കുഴപ്പങ്ങൾ കാരണം പ്രതീക്ഷിച്ച പോലെ മടങ്ങി വരാൻ കഴിഞ്ഞില്ല. വെറും 5 വർഷത്തെ അകൽച്ച കൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുമോ? ഗോപി, ഇയാൾ കള്ളം പറയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ എന്റെ ഭർത്താവിന്റെ മൃതദേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ്. തൊട്ടു നോക്കൂ ഗോപിനാഥ്, ഞാനൊരു മൃതദേഹമാണോന്ന്. ഗോപി, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഇയാൾ ഏതോ തട്ടിപ്പുകാരനാണ്. ഇന്നലെ ഇവിടുത്തെ വേലക്കാരെയും പിടിച്ചുകൊണ്ടുപോയത് ഇയാളായിരിക്കും. ആ, സർവന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മിസ്റ്റർ ഗോപിനാഥ് ഇവിടെ വന്ന ശേഷം ഒരു ചായ പോലും കഴിച്ചിട്ടില്ല. വന്ന ദിവസം തന്നെ ഭാര്യ എങ്ങനെ അടുക്കളയിൽ കയറ്റാ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഒരു സർവന്റിനെ ഏർപ്പാട് ചെയ്തെന്നാൽ വലിയ ഉപകാരമായി. ശ്രമിക്കാം. താങ്ക് യു. വരും. സ്വകാര്യം പറയാനാണെങ്കിൽ ഞാൻ മാറിത്തരാം. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. എപ്പോഴാ പിണങ്ങുക, എപ്പോഴാ പിണക്കം മാറുക എന്ന് പറയാൻ പറ്റില്ല. അല്ലേ ദേവി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും പേടിക്കാതിരിക്കൂ. അവൻ കള്ളനാണെങ്കിൽ എന്റെ കയ്യിൽ അപ്പുറമായിരിക്കില്ല. ആ, ഞാൻ എന്റെ സർവന്റിനെ ഇങ്ങോട്ട് അയക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഫോൺ ചെയ്യാൻ മടിക്കണ്ട.
ദേവി, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അതിനിടയ്ക്ക് പോലീസ്, കോടതി. മോശം. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പറയൂ. എന്റെ ഭർത്താവാണെന്ന് നടിച്ച് എന്റെ സ്വത്തുക്കളെന്നെ കൈക്കലാക്കാൻ. നീ പഴയതുപോലെയല്ല, ഒരുപാട് തമാശകൾ പറയുന്നു. ആ, എനിക്ക് നല്ലപോലെ വിശക്കുന്നു. ഇന്ന് ഞാൻ എന്റെ കൈകൊണ്ട് നിനക്ക് കാപ്പി ഉണ്ടാക്കി വരും. മാറി നിൽക്കൂ. ഇവിടുന്ന് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ഇതൊരു ഭാർഗവീ നിലയം തന്നെയാണല്ലോ. ആ ഗോപിനാഥൻ സാറിന് എന്നോട് എന്തെങ്കിലും പ്രത്യേക വൈരാഗ്യം കാണും. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദൈവമേ, നമസ്കാരം. ആരാണ്? ഹാവൂ, മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഗോപിനാഥൻ സാർ പറഞ്ഞു വിട്ട കുക്കാണ് ഞാൻ, ശങ്കരൻകുട്ടി. പേര് ശങ്കരൻകുട്ടി. സ്നേഹമുള്ളവരെന്നെ ശങ്കരിന്ന് വിളിക്കും. സാറ് എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇതിനു മുമ്പ് താൻ എവിടെ നിന്ന്? ഗോപിനാഥൻ സാറിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സർക്കിള് മൈക്കിളേറ്റിന്റെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് വക്കീല് ഭാസ്കരൻ നായരുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് സ്മഗ്ലർ ഖാദർക്കയുടെ വീട്ടിലായിരുന്നു. അതിനു മുമ്പ് ശരി. ഇവിടെ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അവൾക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സമയമുണ്ടായെന്ന് വരില്ല. ഈ വീട് ഭംഗിയായി നോക്കേണ്ടത് തന്റെ ചുമതലയാണ്. അത് ശങ്കരി ഏറ്റു സാറേ. ഇതിനു മുമ്പ് നിന്ന വീടുകളിലെ ലേഡീസിന്റെ എല്ലാ കാര്യങ്ങളും ശങ്കരിയാ നോക്കിയേ. പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ പ്രേതത്തിന്റെ അല്പസ്വല്പ ശല്യം ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ? നേരാണ്. അല്ല, ദേവിയമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്നും ആ പ്രേതം ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നുവെന്നും അല്ല ആളുകൾ വെറുതെ പറയുന്നാവൂല്ലേ? വെറുതെ അല്ല, സത്യമാണ്. തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി. അതെന്തോന്ന് ചോദ്യമോ സാറേ? സാറിവിടെ ഉള്ളപ്പോ ശങ്കരിക്ക് എന്തിനാ പേടി? എന്നാൽ താൻ അകത്തേക്കല്ലേ, ജോലികൾ ആരംഭിക്കാം. ദേവി, ഞാൻ നമ്മുടെ എസ്റ്റേറ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. വെറുതെ പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രം. എന്താ രാമേട്ട, അറിയോ? കുഞ്ഞ്? അതെ, പഴയ രാജൻ തന്നെ. ഞാൻ മരിച്ചുപോയെന്നാണ് നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്. എന്റെ ഭാര്യ അത് തന്നെ പറയുന്നത്. കുഞ്ഞ് പിന്നെ എവിടെയായിരുന്നു? സിംഗപ്പൂരിൽ ഒരു മാറ്റത്തിന് വേണ്ടി കുറെ നാൾ മാറി താമസിച്ചതായിരുന്നു. മടങ്ങി വന്നപ്പോൾ കഥയാകെ മാറി. ശരി, ജോലി നടക്കട്ടെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ ഭഗവതി. ഉള്ളത് പറയാമല്ലോ കൊച്ചമ്മേ. ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യാൻ എനിക്ക് പേടിയാ. അടുപ്പത്ത് ഇറച്ചി തിളച്ചോണ്ടിരുന്നപ്പോ ജനവാതുക്കൾ 2 കണ്ണുകൾ അതെന്നെ തന്നെ തുറച്ചു നോക്കി. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഇങ്ങനെ വിറച്ചു. പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ടോർച്ചെടുത്ത് ഞാൻ ആ കണ്ണുകളിലേക്ക് തെളിച്ചു. നോക്കിയപ്പോ ആരാ? നമ്മുടെ കാടൻ പൂച്ച. എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ. പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട്. അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ടാ എന്റെ മാനം പോവും. താനൊന്നും കഴിച്ചില്ലേ? അതെന്തോന്ന് ചോദ്യമാ കൊച്ചമ്മ? വീട്ടുകാര് കഴിച്ചു കഴിഞ്ഞാലല്ലേ വേലക്കാര് കഴിക്കൂ.
ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ പോയി കഴിച്ചോ. അയ്യോ, അപ്പൊ അദ്ദേഹം വരണ്ടേ? അയാൾ എന്റെ ആരുമല്ല. അയാൾക്ക് വേണ്ടി കാത്തിരിക്കും വേണ്ട. ആഹാ, ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ? എന്നെയും കാത്തിരിക്കായിരിക്കും എന്ന് വിചാരിച്ച് ഓടിപ്പടഞ്ഞു വരികയായിരുന്നു. ഏതായാലും കഴിച്ചോളെ. ശങ്കരൻകുട്ടി. ശങ്കരി. ആ, ശങ്കരി. വിളമ്പിക്കോ. മതിയാക്കിയോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അല്പമെങ്കിലും കഴിക്കണ്ടേ? മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും. ഭർത്താവ് പഴയ സ്വഭാവം തന്നെ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പൊ പിണങ്ങും. കഷ്ടം. സ്നേഹം കൊണ്ടാ സാറേ. ഞാനും അങ്ങനെയാ. കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും. ഞാനും സ്മഗ്ലർ കാതർക്കായും കൂടി ദിവസവും പിണങ്ങും, അതുപോലെ ഇണങ്ങും. ഓ സാറേ, ഒരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടുവോ? എന്താ? കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്ന്. സാറാണെങ്കിൽ പച്ച ജീവനുടെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യണം. എന്താ ഇതിന്റെ ഒരു ട്രിക്ക്? കൊച്ചമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ മരിച്ചുപോയി. മരിച്ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു. യമനെ അറിയാമല്ലോ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഡോ കാലൻ. ആ, ഈ ചാവാൻ നേരത്ത് പാശവുമായി പോത്തിന്റെ പുറത്ത്. ആ, അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല. പിന്നെ മെനക്കെട്ട് പോയതല്ലേ എന്ന് കരുതി ഒരു 5 വർഷം അവിടെ താമസിച്ചു. പോരണമെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് പോന്നു. എന്റെ മണ്ടക്കാട്ട് ഭഗവതി. ഡോ, അയ്യോ, എന്റെ അമ്മേ. എന്തൊരു മാറ്റമാണ് ഇവിടെ. എസ്റ്റേറ്റ് ജോലിക്കാർക്ക് മിക്കവർക്കും എന്നെ മനസ്സിലായി. കുറെ പഴയ ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം മനസ്സിലായി. അവരോട് സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയി അറിഞ്ഞില്ല. പിണക്കം മാറിയില്ലേ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. കത്തയക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ. അത് പോട്ടെ, ഞാനിങ്ങ് എത്തിയല്ലോ. നീ ഇപ്പോഴും പഴയതുപോലെ സുന്ദരിയായിരിക്കും. എന്നെ തുടരുതേ, പുറത്തു പോകും. പുറത്തു പോകാൻ നീ എന്താ പറയുന്നേ? ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ കിടക്കുക? ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ പോലീസിനെ വിളിക്കൂല്ലേ? കൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന ഭർത്താവിന് നീ തരുന്ന സ്വീകരണം കൊള്ളാം. ഏതായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഈ കട്ടിയിൽ കിടക്കും. നല്ല കൈ ഇതിനുള്ളതാണ്. ജസ്റ്റ് മിനിറ്റ്. സാറിനെ അങ്ങോട്ട് കേറ്റിയില്ല അല്ലേ? എന്റെ മണ്ടക്കാട്ട് ഭഗവതി. ഇങ്ങനെയുണ്ടോ ഭാര്യമാര്? താൻ എന്തിനാ ഇവിടെ ചെവി കൊടുത്തുന്നത്? ഞാൻ ജോലി കഴിഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ. തന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി, വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലേ, ഈ പാതിരായ്ക്ക് ഇങ്ങനെ എങ്ങോട്ടാ ഇറങ്ങിപ്പോണത്? എന്റെ മണ്ടക്കാട്ട് ഭഗവതി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
ഗുഡ് മോർണിംഗ് മാഡം. നീ ആരാണ്? ബിന്ദു. ഇന്നു മുതൽ രാജൻ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് എന്നെ നിയമിച്ചിരിക്കുകയാണ്. എന്തിനോടെ കയറി വന്നോ? സാറ് പറഞ്ഞിട്ട് മാഡത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം നോക്കണമെന്നാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാപ്പി പിടിക്കൂ. കൊണ്ടുപോകേണ്ട മുൻപിൽ നിന്ന് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. കാരണമില്ലാതെ വഴക്കുകൂടും, ചിലപ്പോൾ കരയും. ഞാൻ മരിച്ചുപോയി എന്ന വിശ്വാസം അവളുടെ മനസ്സിനെ ആകെ തളർത്തിയിരിക്കും. അവരെ കണ്ട ഉടനെ എനിക്കത് മനസ്സിലായി. എന്നോട് വളരെ റഫായിട്ടാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കരുതി വേണം ഇവിടെ കഴിയാൻ. എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാനാവില്ല. ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും അവരെന്താണ് സാറിനെ ഭർത്താവായി അംഗീകരിക്കാത്തത്? അതാണ് ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 5 വർഷക്കാലത്തോളം അവൾക്കൊരു കത്തയക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതിന്റെ പരിഭവമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത് പോട്ടെ. മിസ് ബിന്ദുവിന് താമസിക്കാൻ എന്റെ മുറിയുടെ എതിരെയുള്ള മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. താങ്ക് യു സർ. ബിന്ദു പറ്റോളൂ. ജസ്റ്റ് എ മിനിറ്റ്. നൈസ്. താങ്ക് യു.